ഓപ്പറേഷൻ ജാവയുടെ ഏറ്റവും ആ സിനിമ ഉണ്ടാവാനുള്ള കാരണം തന്നെ പ്രേമം സെൻസർ കോപ്പി ലീക്കാണ്. അതുണ്ടായൊരു കഥ ഞാൻ പറയാം. അപ്പോൾ ഈ പ്രേമം സെൻസർ കോപ്പി ലീക്ക് ഞാൻ ഷൈജൂക്കയുടെയും സമീറക്കയുടെയൊക്കെ അടുക്കൽ വേറെ സബ്ജക്റ്റുകളൊക്കെ സംസാരിക്കാൻ വേണ്ടി അവിടെ കയറി ഇറങ്ങുന്ന സമയത്താണ് ഈ പറയുന്ന അൻവറിക്കയുടെ ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെ ഈ സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ പ്രേമം സെൻസർ കോപ്പിയുടെ ഭയങ്കര ലീക്കിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്. അപ്പം എന്നെ ഒരു ദിവസം സമീറക്കയാണ് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത്. ഇത് തരുൺ നമ്മുടെ സിനിമ ചെയ്യുന്ന ഒരു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൻവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം എന്നെ ഇങ്ങനെ ആ ബേസിലൊന്ന് പരിചയപ്പെട്ടു. അപ്പം സമീറൊക്കെ ചോദിക്കണം എന്തായാടോ കാര്യങ്ങൾ ഈ പറയുന്ന എന്താണ് അവർ പറയുന്നത് വല്ലതും. അപ്പോൾ ആണ് അൻവർ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങളുടെ അടുക്കെ മനസ്സിലാക്കണം ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യവും നടക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഡെയിലി വരുന്നു, അതെടുത്തുകൊണ്ട് പോകുന്നു, ഇതെടുത്തുകൊണ്ട് പോകുന്നു, ആകെപ്പെട്ട അവസ്ഥയാടോ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്ന സമയത്ത് ഷൈജൂക്കയാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്, എടോ ഇതിലൊരു സിനിമയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പം ശരിയാണ്, ഇതിലൊരു സിനിമയുണ്ടല്ലോ ഇത്. അപ്പോൾ നമ്മൾ ഈ പ്രേമം സെൻസർ കോപ്പ് അപ്പോൾ ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്, അവരെ പറ്റി അന്വേഷണം പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ ജെന്യൂനായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അൻവർക്ക് പറഞ്ഞത് കണ്ടുപിടിച്ച 2 പയ്യന്മാർ ഈ പറയുന്ന കലൂരോ കടവന്ത്ര ഭാഗത്ത് എവിടെ ഒരു ഓഫീസ് അവന്മാരാണ് ഇതിന് മൊത്തം പോലീസിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞ സുഹൃത്ത്. അപ്പോൾ അവനാണ് അന്ന് ഇവരെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവരെ കണ്ടുപിട്ട് അവൻ ഈ മൊബൈൽ വെച്ചിട്ട് ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഞങ്ങൾ അവിടെ നിന്ന് ഒരാളുടെ ഫേസ്ബുക്കിൽ നിന്ന് ഞങ്ങൾക്കൊരു പൂവിൻ്റെ പടം കിട്ടി, ആ പൂവിൻ്റെ കടം വെച്ചിട്ട് ഞങ്ങൾ വേറെ ഫേസ്ബുക്കിൽ വേറെ ഫോട്ടോസ് ചെയ്യുമ്പോൾ വേറൊരാളുടെ കയ്യിൽ ഈ സെയിം ഫോട്ടോ കണ്ടു, അങ്ങനെയാണ്. അതാണ് നമ്മൾ പട്ടിയുടെ ഫോട്ടോ വെച്ച് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റിൻ്റെ കണ്ടൻറ്റ് അവർ നമുക്ക് തന്നു. അപ്പം സിനിമ ഇനി നമ്മളിത് വെറുതെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് പോയാൽ മതി. അപ്പോൾ ഇതായിരുന്നു ഒരു ആദ്യത്തെ ഡയറക്ടർ അല്ലെങ്കിൽ നിങ്ങളാദ്യം ചോദിച്ചില്ല എങ്ങനെ ഇത് സംഭവിച്ചു, ഏതാളെടുക്കെ പറയുമ്പോഴും ഉള്ള എക്സൈറ്റിംഗ് ഫാക്ടർ ഇതായിരുന്നു. ഒരു പ്രേമം സെൻസർ കോപ്പി ലീക്ക് കണ്ടുപിടിച്ചതാണ് എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കാൻ പലരും തയ്യാറായിരുന്നു. അപ്പോൾ അത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ സിനിമ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഓപ്പറേഷൻ ജാവ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ ആളുകൾക്ക് ഇത്രയേറെ ഇഷ്ടപ്പെടുന്നതും ആളുകൾ ഞാൻ പറഞ്ഞ 40 മിനിറ്റ് വിശ്വസിച്ചു. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഫ്ലൂക്ക് കഥകളാണ്. പിന്നെ അല്ല ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ മാളുകളിൽ നിന്നുമൊക്കെ ഈ പറയുന്ന നമ്മുടെ ഡാറ്റാസ് ലീക്ക് ആവുന്നു എന്ന് പറയുന്നതും അതൊരു അതിശയോക്തിയാണ്. അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നമ്മുടെ ഫുഡ് ആപ്പിൽ നിന്ന് നമ്മൾക്ക് ഒരു കില്ലർ നമ്മുടെ വീട്ടിലെത്തുമെന്ന് പറയുന്നത് സംഭവിക്കാം. അപ്പോൾ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റുകളൊക്കെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അതൊക്കെ എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ ഫിക്ഷണൽ, ഞാൻ ആ ന്യൂസ് എടുത്തിട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ഫിക്ഷണൽ എലിമെൻറ്റ് കയറ്റുമായിരുന്നു. പക്ഷേ അതൊക്കെ ആളുകൾ ഇതൊക്കെ സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞ പ്രേമം സെൻസർ കോപ്പി ലീക്കിൻ്റെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വേർഷനാണ്. അപ്പോൾ ഇത് എനിക്ക് ആദ്യം ധൈര്യം തന്നത് ഇത് ഭയങ്കര രസമുള്ളൊരു സിനിമയായിട്ട് മാറുള്ളൂ. കാരണം ഇവിടെ സൈബർ റിലേറ്റഡ് ആയിട്ട് ഒരു സിനിമ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സെൻസർ കോപ്പിയുടെ ലീക്ക് കണ്ടൻറ്റ് മൊത്തം നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷൈജു ഖാലിദാണ്. പക്ഷെ അത് പിന്നീട് നമ്മളത് വർക്ക് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഓൾറെഡി ആക്ഷൻ ഹീറോ ബിജു സംഭവിച്ചു. അപ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോലീസ് സ്റ്റേഷൻ അവർ കൃത്യമായിട്ട് കാണിച്ചു. അപ്പം ഓഫ് കോഴ്സ് ഒരു ഫിലിം മേക്കർ എന്നുണ്ടെങ്കിൽ ഷൈജുക്കയുടെ ഒക്കെ അതിലോട്ടുള്ള ഇൻട്രസ്റ്റ് പോയി. അത് വന്നില്ലടോ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്താൽ അത് കോപ്പി അടിച്ചാന്നല്ലേ പറയുള്ളൂ എന്ന് പറഞ്ഞ്. പക്ഷേ ഇത് എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. ഇത് പ്രേമം സെൻസർ കോപ്പി ലീക്കിന് ഇവിടെ ഞെട്ടിക്കാനുള്ള കൊണ്ടുവന്ന് ഞാനിത് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ഉള്ളവരെല്ലാ സിനിമ ഒന്ന് കാണും. ഇപ്പം ഞാനൊരു പുതിയ ആൾ എന്ന രീതിയിൽ പ്രേമം സെൻസർ കോപ്പി ലീക്കിനെ പറ്റി ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് സിനിമ വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുള്ള ഏതാളും അതെന്താണെന്ന് അറിയാൻ വേണ്ടി വരും. അത് ഇൻഡസ്ട്രിയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ എക്സൈറ്റ് കഴിഞ്ഞാൽ ജനങ്ങൾ വരും എന്നൊക്കെ പറയുന്നതൊക്കെയാണ് എൻ്റെ അന്നത്തെ തോട്ടുകൾ. അപ്പം ഓഫ് കോഴ്സ് എൻ്റെ അനുവാദം വാങ്ങുന്ന അൽഫോൺസിൻ്റെ നിന്നും അനുവാദം വാങ്ങണം, അൻവറിക്കയുടെ നിന്ന് അനുവാദം വാങ്ങണം. ഞാൻ അൽഫോൺസിന് മെസ്സേജ് അയച്ചു. പക്ഷേ എനിക്ക് അൻഫോൺ അന്ന് വേറെ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. പക്ഷേ എൻ്റെ ഒതൻറ്റിക്കായിട്ട് വാങ്ങേണ്ട ആൾ അൻവറിക്കയാണ്. ഇപ്പം എൻ്റെ ഭയങ്കര നല്ലൊരു മെൻറ്ററാണ്, സുഹൃത്താണ്. അപ്പോൾ ഞാൻ അൻവറിക്കനെ ആദ്യം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് അൻവർക്ക് ആകെ എൻ്റെ അടുക്കെ പറഞ്ഞത് സത്യം പോലെ പറയണം. അതിൻ്റെ അകത്ത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരെയോ പ്രീതിപ്പെടുത്താനോ ഒന്നും പോലെ എന്താണോ നീ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരിക്കുന്നു അതേപോലെ പറയുവാണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഇത് പറയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അന്ന് എനിക്ക് അൻവറിക്കൻ അത്ര ബന്ധമില്ല.
പക്ഷെ അൻവർക്ക സിനിമ റിലീസായ അന്ന് വേറെ ഏതോ തിരക്കിലാണ്. ഈ സിനിമയിൽ ഇവനത് കൃത്യമായിട്ടാണോ പറഞ്ഞതെന്നറിയാൻ വേണ്ടി ഷേണായസിൽ ഓടിപ്പോയി ഇത് കണ്ട് എന്നെ അന്ന് വിളിച്ച് താങ്ക് യു എന്ന് പറയാം. കാരണം ഇത് ഒരുപാട് ആളുകൾ പല രീതിയിൽ പുള്ളിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ആളുകൾ പല ഫാൾസ് ന്യൂസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചെന്നൊരു ക്ലാരിറ്റി, ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഡോക്യുഫിഷൻ പോലെ നീ പറഞ്ഞതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറഞ്ഞു. പിന്നെ സിനിമേനെ പറ്റി പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം, ഭയങ്കര അത് കാരണം അത് അങ്ങനെയും പറയാൻ പറ്റുമല്ലോ ഒരു സിനിമ എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി.